എൻ്റെ പ്രിയപ്പെട്ട ജെസിക്ക്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നേരിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അത് ഈ ലെറ്ററിൽ കൂടെ അല്ലാതെ എനിക്കിനി പറയാൻ വേറെ വഴികളില്ല. കാരണം ഈ എഴുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ നശിച്ച ലോകത്തുനിന്ന് പോകും. ഇതെൻ്റെ മരണക്കുറിപ്പാണ്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, നിന്നെ പൊന്നുപോലെ നോക്കാൻ പറ്റിയില്ല, പോയിട്ട് സ്നേഹത്തോടെ ഒന്ന് തലോടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ എൻ്റെ തെറ്റാണ്. പക്ഷേ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എൻ്റെ ഈ ജീവൻ കൊണ്ട് മാത്രമേ എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇനിയും എന്തിനൊരു കഴിവുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. ആർക്കും ഒരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മരണത്തോടെ ഈ ഹോട്ടലുകാർക്ക് ഞാനൊരു ഭാരമാകും. സോറി, എനിക്ക് വേറെ വഴിയില്ല. പിന്നെ എൻ്റെ അവസാനത്തെ സന്തോഷം ഇഷ്ടപ്പെട്ട പൊറോട്ടയും ബീഫും കഴിച്ചാണ് ഞാൻ മരിക്കാൻ പോകുന്നത് എന്നോർക്കുമ്പോഴാണ്. എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല. നിനക്ക് നല്ലൊരു ജീവിതമാകട്ടെ ഇനിയുള്ളത് എന്ന്. ചൂട് പൊറോട്ട കറിയുടെ ബീഫ് എവിടെ? മരിച്ചാലും സ്വസ്ഥതയില്ലേ വേണം. ആദ്യം ഇവനെയൊക്കെ കൊന്നിട്ട് വേണം മരിക്കാൻ. എല്ലാവർക്കും പറ്റിക്കാൻ ഞാൻ ഒരുതുണ്ടല്ലോ. അവൻ്റെ കട ഇന്ന് ഞാൻ പൊട്ടിക്കും. ഈ കട അടിച്ചു വന്നോ അടച്ചാലും ഇല്ലെങ്കിലും പോയിട്ട് തന്നെ. എന്താ ഉദ്ദേശം? കുറെ നേരമായല്ലോ. ആരൊക്കെയോ പുറകെ വന്നായിരുന്നു ചേട്ടാ. പേടിച്ചിട്ടാണ് ഞാൻ ചേട്ടനോട്. ഇവിടുന്ന് ആരുമില്ലല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞ. കൊച്ചേ ലേശം കിട്ടരുത്. നീ ഇപ്പൊ വേറെ ആരെയും നോക്ക്. അതെ, ചേട്ടൻ ദേഷ്യപ്പെടണ്ട. ഞാൻ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. അത് ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. പക്ഷെ ചേട്ടൻ എവിടെ പോവാനും ഞാനും വരും. കുറെ നേരം തുടങ്ങിയിട്ട് നീ എന്റെ പറയുന്ന ഞാൻ അറിഞ്ഞു, നീ അറിയും. അടച്ചോ? ഇയാളത് എന്താ തേങ്ങയാണ് നോക്കുന്നത്? അയ്യോ, അതെ, ഞാൻ ഒരു ശല്യമാണെന്നറിയാം. സോറി. ശല്യമായി? സോറി ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പോവില്ല. സത്യത്തിൽ നിനക്ക് എന്താ? ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എനിക്ക് തോന്നി സഹായിക്കൽ പരിപാടി ഞാൻ നിർത്തി, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അതെന്താ, ചേട്ടന് വല്ല പെണ്ണ് പറ്റിച്ചോ? നിനക്ക് എന്തിനാ അറിഞ്ഞിട്ട്? ചൂടാവല്ലേ? ചേട്ടനെ കണ്ടാലറിയ ഒരു പാവാണെന്ന്. അതാ എല്ലാരും പറ്റിക്കുന്നേ. ഞാൻ ആരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സിറ്റുവേഷനിലല്ല ഞാൻ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ വേറെ ആരെങ്കിലും കിട്ടും. പ്ലീസ് ചേട്ടാ, ഞാനും പറ്റിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എന്നെ മറ്റാരേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ മറ്റാരേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. Ah
എടോ, തനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ? വേണ്ട ചേട്ടാ, എനിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. ഒന്നാമതേ ഞാനിപ്പോ നിങ്ങൾക്ക് ശല്യമായി. ഇനിയും ഞാൻ ബുദ്ധിമുട്ടുന്നത് ശരിയല്ല. എടോ, താൻ പാവമായിരിക്കും, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാവാം താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ചേട്ടൻ ആരൊക്കെയാണ് ചതിച്ചത്? കുറെ പേരുണ്ടോ? സോറി. ഏയ്, അത് സാരമില്ല. നമുക്കെപ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്? നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വഞ്ചിക്കുമ്പോഴല്ലേ? എൻ്റെ വിശ്വാസങ്ങളിലെല്ലാം ഒരു ദിവസം കാറ്റിൽ പറത്തി പോയ ഒരാളുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ ഭാര്യ. 4 വർഷത്തെ പ്രണയം, എല്ലാ എതിർപ്പും നീക്കി വിവാഹം. ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഒന്നിച്ചു. ശരിയാണ്, സ്നേഹിക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് വിവാഹത്തിന് ശേഷം പറ്റിയില്ല. എൻ്റെ സാമ്പത്തിക പ്രശ്നം കാരണം അവൾ ആഗ്രഹിച്ചതൊന്നും മേടിച്ചു കൊടുക്കാനും സാധിച്ചിട്ടില്ല. അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളോടൊപ്പം അവൾ പോയി. ഹേയ്, പെട്ടെന്ന് ഓടിച്ചെന്നേ. നീ എത്രത്തോളം ജെസ്സിയെ സ്നേഹിച്ചിരുന്നു? അവൾ ആ സ്നേഹം അറിയിച്ചിരുന്നോ? ചേട്ടാ, ചിലപ്പോ ഇനിയാണ് തുടങ്ങുന്നതെങ്കിലോ?